പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദനെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നയിക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിലെ അവസാനം വന്നപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ചെയ്തു.
അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ അത് ഞങ്ങളുടെ എററല്ലത്, അത് യൂട്യൂബിൽ തന്നെ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ്. നമ്മുടെ മാസ്റ്ററെല്ലാം കറക്റ്റാണത്. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ ആ പ്രസംഗം രണ്ടാം അപ്പ് ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ കണ്ടു കാണണമെന്ന് പറയുന്ന കാര്യം, ഇതൊരു സീരീസ് ഓഫ് വെളിപാടുകളാണ് വരണത്. കാര്യം കൃപാസനവും അതിൻ്റെ ആധ്യാത്മികതയെന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അപ്ഡേറ്റ് ചെയ്യുന്നതാണത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് പോകാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയണം. നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ, മൾട്ടി പ്രോബ്ലംസില്ലേ ജീവിതത്തിൽ, മൾട്ടി പ്രോബ്ലംസ്. ഇന്ന് മകളെ പേർക്കിടാനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോകണം, അവിടെ നിന്ന് പിന്നെ ഓഫീസിൽ പോകണം. ഓഫീസിൽ ചെല്ലുമ്പോൾ വേറെ അവിടെ ചില അസൈൻമെൻറ്റുകൾ ചെയ്ത് കാണത്തില്ല, അത് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർ നമ്മളത് പരാജയപ്പെടുത്തി കാണും. അങ്ങനെ എവർ സോ മെനി വിത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടി ചില പറയും. എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല, പല പ്രശ്നങ്ങളെല്ലാം കൂടി നമ്മളല്ല ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 2 കൊരിന്ത്യൻസ് 1:20 വായിക്കണം, ഒരു 3-4 പ്രാവശ്യം വായിക്കണം. എന്നുവെച്ചാൽ ഓരോരോ വിഷയങ്ങൾക്ക് അതിന് ആ സബ്ജക്റ്റ് വൈസ് തനത് കൃപകളുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് ആമേൻ പറയണം. അത് അപ്പോൾ ആമേൻ നമ്മൾ പറയാം. ഏറ്റവും പ്രെയർഫുൾ, ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? ആമേനാ. വെച്ചാൽ ഈശോ തന്നെ എന്താണ് നമുക്കറിയാം. അമ്മ എന്താ പറഞ്ഞത്? ആമേൻ. ഈശോ എന്താ പറഞ്ഞത്? ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഷോട്ട് ചെയ്യുമ്പോൾ ആമേനാ. അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ ഒരു സംഘർഷത്തിലൂടെ പോകണമെങ്കിൽ ആമേൻ ഈശോ ആമേൻ എന്ന് പറയണം. അപ്പം എന്താ കാര്യം വെച്ചാൽ അവിടെ എന്താണ് തിരുമനസ്, അത് നിൻ്റെ തിരുമനസ് നിറവേറണമേ. ഈശോ എങ്ങനെയല്ലേ പൂങ്കാവനത്തിലൊക്കെ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഇഷ്ടം ഒന്നും നിറവേറുന്ന കാണുമ്പോൾ ഈശോ ഉടനെ പറയും ആമേൻ. പരിശുദ്ധാത്മ പറഞ്ഞു ആമേൻ, അതേ പിതാവേ എന്ന് പറയത്തില്ലേ? ചില അപ്പോൾ ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ആമേൻ. ഇപ്പോൾ ഈ ആമേൻ നമ്മൾ ഒരു പ്രത്യുത്തരം മാത്രമല്ല, നമ്മുടെ കംപ്ലീറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്താണ് ആമേൻ. എന്തെങ്കിലും കാര്യം തെറ്റുപോയി, ഇപ്പോൾ ഒരു വണ്ടി തന്നെ മുട്ടി, അപ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് എന്താണ്? പ്രൈസ് ദി ലോർഡിനേക്കാൾ ശക്തമാണ് ആമേൻ. പ്രൈസ് ദി ലോർഡ് ദൈവത്തെ സ്തുതിപ്പെന്നാണ്, മറ്റത് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ. ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് സുരക്ഷയാണുള്ളത്. പിന്നെ ഇടയ്ക്ക് ഡീവിയേഷൻ എന്തെങ്കിലും നമ്മുടെ അസൈൻമെൻറ്റിൽ നമ്മളുടെ കണക്കൂട്ടിൽ വരാത്ത സംഭവങ്ങൾ ദൈവഹിതമാണ്. അപ്പോൾ നമ്മൾ ആമേനാ പറയേണ്ടത്. ഉദാഹരണത്തിന് 2:1-20 എടുത്തേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ. അനുഗ്രഹങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കുന്നത് എന്താണ്? വാഗ്ദാനങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത്. നമ്മൾ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കുന്നത്, നമ്മൾ പ്രാപിക്കുന്ന വാഗ്ദാനങ്ങളാണ്. മനസ്സിലായ? ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പ്രാപിക്കുന്നത് വാഗ്ദാനങ്ങളാണ്. നമ്മളത് ഫീൽ ചെയ്യണത് അനുഗ്രഹമായിട്ടാണെന്നാണ് ഉള്ളത്. നമുക്ക് ഫീൽ ചെയ്യണത് അനുഗ്രഹം. ഇപ്പോൾ ജോലി കിട്ടി, അനുഗ്രഹം. പക്ഷേ ജോലിയെക്കുറിച്ച് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ആഹാരം, നിൻ്റെ വസ്ത്രം, നിൻ്റെ ജീവിതം ഞാനത് ക്രമീകരിക്കും എന്നുള്ളത് എന്താണ്? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മൾ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വാഗ്ദാനം പ്രാപിച്ചു എന്നാണ് പറയേണ്ടത്. കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിച്ചു. ഇപ്പോൾ 8855 വാഗ്ദാനങ്ങളാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിനക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാഗ്ദാനം പ്രാപിച്ചു. എന്താ കാര്യം? വിശ്വസിക്കാൻ മരണമില്ലല്ലോ. എന്നെ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണേ?
മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, വാഗ്ദാനം പ്രാപിച്ചു. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദൈവഹിതപ്രകാരമുള്ള ദൈവ പദ്ധതി അനുസരിച്ചുള്ള ജീവിതത്തിൽ ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള വാക്കാണ് ആമേൻ. ആമേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം നമ്മൾ പ്രാപിക്കുന്നത് വാഗ്ദാനങ്ങളാണ്.